ഈ ഗാസയിൽ മനുഷ്യക്കുരുതി നടത്തിയതിൽ ഇവിടെ പ്രതിഷേധിച്ചിട്ട് എന്താ കാര്യം എന്നാ ഇദ്ദേഹം പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടത് ഇങ്ങനെയാണോ? ഇദ്ദേഹം ഒരു സംഖ്യയെ പോലെയല്ലേ സംസാരിച്ചത്? ഈ സംഖ്യകൾക്ക് മാത്രമല്ലേ ലോകത്തിലെ ഇസ്രയേലിനെ ന്യായീകരിക്കാൻ കഴിയുക? അപ്പോൾ ഒരു അരസംഖ്യയുടെ മനസ്സുമായി ഇവിടെ UDFൻ്റെ സ്ഥാനാർത്ഥിത്വം, ആ സ്ഥാനാർത്ഥിത്വമാണ് യഥാർത്ഥത്തിൽ കാലാകാലമായി BJP കോൺഗ്രസ് ഡീലിൻ്റെ തുടർച്ച. ഈ മണ്ഡലം രൂപീകരണത്തിന് ശേഷം ജയിച്ചതെല്ലാം കോൺഗ്രസ്സാണ്. ഇപ്പോൾ കോൺഗ്രസ് പാലക്കാട് ജില്ലയിലെ 12 മണ്ഡലങ്ങളിൽ ഒരു ഉറപ്പുള്ള മണ്ഡലമായിട്ടാണ് കോൺഗ്രസ് പാലക്കാട് മണ്ഡലത്തിലെ കണ്ടിട്ടുള്ളത്. അത് നിങ്ങൾക്കും ബോധ്യമുള്ള കാര്യമാണ് അല്ലേ? അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടമല്ലേ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നടത്തേണ്ടത്? രാഷ്ട്രീയ പോരാട്ടത്തിന് പറ്റിയ ആളെയാണോ ഇപ്പോൾ കോൺഗ്രസ് ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്? രാഷ്ട്രീയ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയ നേതാവാണോ? ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിച്ചാൽ നമുക്കൊരു രാഷ്ട്രീയ പോരാട്ടമാണ് പാലക്കാട് മണ്ഡലത്തിലെന്ന് പറയാം. ഇത് കോമഡി ഷോ ചെയ്യുന്ന ഒരാളെ, ഞാൻ പറഞ്ഞത് ചുരുക്കി പറയുന്നതല്ല, അല്ലെങ്കിൽ താഴ്ത്തി കെട്ടി പറയുന്നതുമല്ല, കോമഡി ഷോ ചെയ്ത് ഒരു കലാകാരൻ, അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അദ്ദേഹം സ്ഥാനാർത്ഥിയാകണ്ട എന്നല്ല ഞാൻ ഈ അർത്ഥം വയ്ക്കുന്നത്. ഞാൻ പറയുന്നത്, വീണ്ടും പറയുന്നത്, പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് ജയിച്ചു കയറാവുന്ന ഏക മണ്ഡലം എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. പാലക്കാട് ജില്ലയിൽ കോൺഗ്രസ്സിന് ആകെ ഉള്ളൊരു മണ്ഡലം പാലക്കാട് മണ്ഡലമാണ്. അങ്ങനെയുള്ളവിടെ എന്തിനാണ് ഇത്രയും ദുർബലനായ, ഒരു രാഷ്ട്രീയമായ ഒരു ധാരണയുമില്ലാത്ത ഒരാളെ കൊണ്ട് മത്സരിപ്പിച്ചത്? അതിനൊരു ലക്ഷ്യമില്ലേ? അദ്ദേഹത്തിന് രാഷ്ട്രീയ ധാരണയില്ല എന്ന് പറയാനൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാ? അദ്ദേഹം ചില രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായ പ്രകടനം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഒരു സ്കൂളിനകത്ത് തട്ടമിട്ട പെൺകുട്ടിയെ ഇറക്കി വിട്ടു. വളരെ നിസ്സാരവൽക്കരിച്ചിട്ട്, ലഘൂകരിച്ചിട്ടല്ലേ അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തിയത്? അതൊന്നും അദ്ദേഹത്തിനൊരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. മാത്രമല്ല, ഗാസയിൽ ഇസ്രയേലിൻ്റെ കൂട്ടക്കുരുതിയിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ആയിരക്കണക്കിന് മനുഷ്യർ കുരുതി നടത്തി ഇസ്രയേൽ. അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് എന്താ? ഈ ഗാസയിൽ മനുഷ്യക്കുരുതി നടത്തിയതിൽ ഇവിടെ പ്രതിഷേധിച്ചിട്ട് എന്താ കാര്യം എന്നാ ഇദ്ദേഹം പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടത് ഇങ്ങനെയാണോ? ഇദ്ദേഹം ഒരു സംഖ്യയെ പോലെയല്ലേ സംസാരിച്ചത്? ഈ സംഖ്യകൾക്ക് മാത്രമല്ലേ ലോകത്തിലെ ഇസ്രയേലിനെ ന്യായീകരിക്കാൻ കഴിയുക? അപ്പോൾ ഒരു അരസംഖ്യയുടെ മനസ്സുമായി ഇവിടെ UDFൻ്റെ സ്ഥാനാർത്ഥിത്വം, ആ സ്ഥാനാർത്ഥിത്വമാണ് യഥാർത്ഥത്തിൽ കാലാകാലമായി BJP കോൺഗ്രസ് ഡീലിൻ്റെ തുടർച്ച. എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം? ഒന്ന്, ഇത്രയും ദുർബലനായ ഒരാൾ ഒരു രാഷ്ട്രീയ നേതാവല്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആളല്ല, കോമഡി ഷോ മാത്രം അവതരിപ്പിക്കുന്ന ഒരു കലാകാരൻ, രാഷ്ട്രീയ കാര്യങ്ങളിൽ വ്യക്തമായ ഒരു മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കാത്ത ഒരാൾ. ഇങ്ങനെയുള്ള ഒരാളെ ഇവിടെ ഷാഫി പറമ്പിലാണ് നിയോഗിച്ചത്. അപ്പോൾ ഷാഫി പറമ്പിൽ നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഷാഫിയുടെ സ്ഥാനാർത്ഥി ആയിട്ടാണ് ഇവിടെ രമേഷ് പിഷാരടി മത്സരിക്കുന്നത്.